ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പേജ് മേക്കറാണ്. അതായത് നമ്മുടെ DTP സെൻറ്ററുകളിലൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് പേജ് മേക്കർ. ഞാൻ ഇതിനു മുമ്പ് പേജ് മേക്കറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ബില്ല് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, പേജ് മേക്കറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പേജ് മേക്കർ ഫുള്ള് ഞാൻ പരിചയപ്പെടുത്തുവാണ്. ഇത് ഞാനിപ്പോൾ പേജ് മേക്കർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പേജ് മേക്കറിൻ്റെ 7.0 വേർഷനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പുള്ള വേർഷൻ എന്ന് പറയുന്നത് 6.5 ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പേജ് മേക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫേസ് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ ബാർ, മെനു ബാർ, ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഉണ്ട്. ഇവിടെ ക്ലോസ് ബട്ടണ്, മാക്സിമൈസ് ഓർ മിനിമൈസ് ബട്ടണ്, ഇതൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊരു വേർഡ് ഫയലൊക്കെ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ടൂൾ ബോക്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയും. നമ്മുടെ കോറൽ ഡ്രോയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ സൈഡിൽ ഒരു ടൂൾ ബോക്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെയും നമുക്ക് ഒരു ടൂൾ ബോക്സ് ഉണ്ട്. പിന്നെ ഇതിനെ കൺട്രോൾ പലേറ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് കളർ പലേറ്റാണ്. ഇതിനെ കളർ പലേറ്റ് എന്ന് പറയും. മാക്സിമം നമ്മൾ ഒരു പേജ് മേക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിൽ കാണും. ബൈ ചാൻസിൽ നമുക്ക് ഇതൊന്നും ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം. ഇപ്പോൾ കളർ പലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കുക, കളർ പലേറ്റ് ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പം നിങ്ങൾക്ക് കളർ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കളർ പലേറ്റ് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ ഫയൽ മെനു ആണ് പരിചയപ്പെടുത്തേണ്ടത്. പക്ഷേ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾ ബോക്സോ കൺട്രോൾ പലേറ്റോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇതൊക്കെ ഹൈഡാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോയിൽ കിട്ടുന്നില്ല എങ്കിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെനു എന്ന് പറയുന്നത് വിൻഡോ മെനു ആണ് കേട്ടോ. കാരണം ന്യൂ എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടൂൾ ബോക്സും കൺട്രോൾ പലേറ്റും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിൻഡോ മെനു പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് കൂട്ടിക്കോളൂ. അപ്പം നമുക്ക് വിൻഡോ മെനു എടുക്കുക. അവിടെ ഷോ കളർ, ഇപ്പോൾ കളറില്ല, കളർ നമുക്ക് ഡിസ്പ്ലേയിൽ ഇല്ലാത്തതുകൊണ്ട് ഷോ കളേഴ്സ് എന്ന് കാണിക്കുന്നു. ഈ ഷോ കളേഴ്സ് കൊടുത്താൽ കളർ വരും. ഇവിടെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് ഈ ടൂൾ ബോക്സും കൺട്രോൾ പലേറ്റും ഒക്കെ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഹൈഡ് ടൂൾസ് എന്നാണ് കാണിക്കുന്നത്. കാരണം നമുക്കിവിടെ ഓൾറെഡി ടൂൾ ബോക്സ് കിടപ്പുള്ളത് കൊണ്ട് വിൻഡോയിൽ ഹൈഡ് എന്നും പറഞ്ഞ് കാണിക്കുന്നു. ഇപ്പോൾ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് പോകും. ഞാൻ ഹൈഡ് ടൂൾസ് കൊടുക്കുകയാണ്. നോക്കുക, നമ്മുടെ ടൂൾ ബോക്സ് പോയി. അപ്പം നിങ്ങൾക്ക് പേജ് മേക്കർ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ ആണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കേണ്ട. നിങ്ങൾ വിൻഡോ മെനുവിൽ പോകുക. ഇവിടെ ഷോ ടൂൾസ് എന്ന് പറഞ്ഞ് കാണും. കാരണം ഇവിടെ ടൂൾ ഇല്ല, അതുകൊണ്ട് ഇവിടെ ഷോ ടൂൾസ് ഉണ്ടാവും. ഷോ ടൂൾസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ടൂൾ ബോക്സ് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ കൺട്രോൾ പലേറ്റിൻ്റെ കാര്യവും. കൺട്രോൾ പലേറ്റ് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കൺട്രോൾ പലേറ്റ് വേണം, അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിൻഡോ മെനുവിൽ പോകുക, ഷോ കൺട്രോൾ പലേറ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതുപോലെ ഇതിനകത്ത് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. മാസ്റ്റർ പേജ്, ഷോ സ്റ്റൈൽസ് എന്നൊക്കെ, അതൊക്കെ പിന്നീട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. അപ്പം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കളറില്ലെങ്കിൽ പോലും നമുക്ക് ഈ ടൂൾ ബോക്സും കൺട്രോൾ പലേറ്റും കൂടിയേ തീരും. അപ്പം നമ്മൾ പേജ് മേക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആദ്യം വിൻഡോ മെനുവിൽ പോയി ഇതെടുത്തിടുക. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു പേജ് ആവശ്യമുണ്ടല്ലോ. ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പേജ് മേക്കറിൻ്റെ ആ ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ നമുക്കറിയാം, ഒരു DTP സെൻറ്ററിലൊക്കെ ടൈപ്പ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ A4 സൈസ് പേപ്പർ ആയിരിക്കും എടുക്കുക. പിന്നെ നമ്മൾ ലീഗൽ A3 ഒക്കെ എടുക്കുക. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു A3 പേജ് എടുത്ത് അതിൽ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫയൽ എടുക്കുക, ഫയൽ മെനു. അവിടെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് ന്യൂ എന്ന് പറഞ്ഞ കമാൻഡ്. അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടും ഒരു ഡോക്യുമെൻറ്റ് സെറ്റപ്പ് ബോക്സ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമുക്ക് നമ്മുടെ പേപ്പർ സൈസ് മാറ്റി കൊടുക്കാം. ഈ ബോക്സ് കിട്ടുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഇത് ഡിഫോൾട്ട് സെറ്റിങ്സ് മാക്സിമം ലെറ്റർ ആയിരിക്കും. എന്നാൽ ചില ആൾക്കാരുടെ കമ്പ്യൂട്ടർ ചിലപ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ വരുന്നത് A4 ആയിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ലെറ്ററാണ്. ലെറ്ററും A4 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ലെറ്റർ ചെയ്തിട്ട് A4 പേജ് പ്രിൻ്റ് വിടുന്ന പോലെ വിട്ടാലും അത് നമുക്ക് A4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. എന്നാൽ പോലും നമ്മൾ
DTP സെൻറ്ററിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ അളവുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ലെറ്റർ ഹെഡിലാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മുദ്ര സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റുകളാണ് എടുക്കേണ്ടതൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം A4 എടുത്ത് ചെയ്യുക. അപ്പോൾ A4 എടുക്കാം. ഇവിടെ A3 ഉണ്ട്, A5 ഉണ്ട്, V5 ഉണ്ട്, ലീഗലുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം A4, ലീഗൽ, A3 ഇതൊക്കെ ആയിരിക്കും ഒരു DTP സെൻറ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ സാധാരണ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ പേജ് മേക്കർ അങ്ങനെ ഉപയോഗിക്കാറില്ല, നമ്മൾ വേർഡ് ഫയലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ MS വേർഡിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ A4 ആണ്, A4 എടുത്തു. ഇതിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വിഡ്ത്തും ഹൈറ്റും ഇഞ്ചസിലാണ് ഇവിടെ അളവ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റാൻ സാധിക്കും. അപ്പം ഞാനൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എഗ്രിമെൻ്റൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മില്ലിമീറ്ററിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് മില്ലിമീറ്റർ അളവാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇഞ്ചസ് എളുപ്പമുള്ളവർക്ക് ഇഞ്ചസ് എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ഇപ്പോൾ ഇഞ്ചസിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇഞ്ചസിലിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓറിയൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്, ടോള്, വൈഡ്. ടോളെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നീളത്തിലുള്ള ഇത്, വൈഡ് എന്ന് പറയുമ്പോൾ വിലങ്ങനെ. അപ്പം നമ്മൾ ചില പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുക ടൈപ്പ് ചെയ്യാനായിട്ടാണ് നമുക്ക് ചിലപ്പോൾ വൈഡായിട്ട് വേണ്ടി വരും. ഇവിടെ നോക്കുക, ഓപ്ഷൻസ് ഉണ്ട്, ഡബിൾ സൈഡ്, ഫേസിങ് പേജ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ഡബിൾ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 2 സൈഡ് ഉണ്ടാവും ഇല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡബിൾ സൈഡ് ഇങ്ങനെ ടിക്ക് ചെയ്താണ് കിടക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പേജിൻ്റെ ഡബിൾ സൈഡ് നമുക്ക് ഇതിൽ ഓപ്പണായി കിടക്കും. അതല്ല നമുക്ക് സിംഗിൾ സൈഡ്, ഒരു ഷീറ്റിൻ്റെ ഒരു 1 സൈഡ് മാത്രം നമുക്ക് ഓപ്പണായി കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടിക്ക് മാർക്ക് കളഞ്ഞാൽ മതിയാവും. അപ്പം നമുക്ക് 1 സൈഡേ കിട്ടത്തുള്ളൂ. പിന്നെ മാർജിനാണ്, ഇത് നമ്പർ ഓഫ് പേജസ് 1 to 1 സ്റ്റാർട്ട് പേജസ് 1 സ്റ്റാർട്ട് പേജസ് ഇതിങ്ങനെ കിടക്കുന്നു. അപ്പം നമുക്ക് എത്ര പേജസ് ഒരുമിച്ച് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. നമ്പർ ഓഫ് പേജസ് 2 വേണം, അല്ലെങ്കിൽ 5 വേണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്ന സമയത്ത് ഡിഫോൾട്ട് സെറ്റിങ്സിൽ ഒന്നായിരിക്കും കിടക്കുക. പിന്നെ ഉള്ളത് മാർജിൻസ് ആണ്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം. ഇതെല്ലാം ഇഞ്ചസിലാണ്. ലെഫ്റ്റ് മാർജിന്, റൈറ്റ് മാർജിൻ. ഇത് നമുക്കിവിടെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് 1 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ആക്കി കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ടാർഗറ്റ് ഔട്ട്പുട്ട് റിസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം 300 ആ 300 തന്നെ കിടന്നോട്ടെ, നമുക്ക് 300 കൂടുതലൊന്നും തന്നെ ആവശ്യം വരില്ല. ഈ 300 കൂടെ 600 DPI ഈ പ്രിൻറ്റിലേക്കൊക്കെ പോവുക, പ്രിൻ്റ് എടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ വലിയ വലിയ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നതിനാണ്. വലിയ വലിയ ഡിസൈനിങ് ഒരിക്കലും നമുക്ക് പേജ് മേക്കർ ചെയ്യാനും പറ്റില്ല. കാരണം പേജ് മേക്കറിൽ കുറച്ച് ഡിസൈനിങ്ങിനെല്ലാം നമ്മൾ പേജ് മേക്കർ മാക്സിമം ഉപയോഗിക്കുക. ജസ്റ്റ് ടൈപ്പിങ്, അലൈൻമെൻറ്റ് സെറ്റിങ്, പിന്നെ ബുക്ക് സെറ്റിങ്. നമുക്ക് ബുക്കൊക്കെ പേജ് വഴി അത് പ്രിൻ്റ് ഇനി കൊടുക്കുമ്പോൾ നമുക്കത് പേജ് സെറ്റ് ചെയ്ത് വേണം പ്രിൻ്റൊക്കെ എടുത്ത് നമുക്ക് വലിയ വെബ്സൈറ്റിലേക്ക് അടിക്കാൻ കൊടുക്കുക. അപ്പോൾ ആ പേജ് സെറ്റിങ്സ്, അങ്ങനെ അളവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതിനാണ് നമ്മൾ മാക്സിമം ഈ പേജ് മേക്കർ ഫയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു DTP സെൻറ്റർ നടത്തുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ DTP വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമുള്ളതാണ് ആവശ്യമുള്ള സോഫ്റ്റ്വെയറാണ് പേജ് മേക്കർ. അപ്പോൾ ഇതിൽ എടുക്കുക. കാരണം ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേർഡിൽ DTP വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വേർഡ്. പേജ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കറക്റ്റ് സെറ്റിങ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പേജ് മേക്കറിൻ്റെ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഈ പേജ് മേക്കർ നമ്മൾ പൊതുവേ DTP സെൻറ്ററിൽ ഉപയോഗിക്കുന്ന പേജ് മേക്കർ, കൊറൽഡ്രോ, ഫോട്ടോഷോപ്പ്, പിന്നെ അതിന് മേലോട്ട് ഡിസൈനിങ് ആവശ്യം വരുമ്പോൾ ഇല്ലസ്ട്രേറ്റർ, അങ്ങനെ പോകും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു DTP സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പേജ് മേക്കറോ കൊറൽഡ്രോ അത്യാവശ്യം ഫോട്ടോഷോപ്പോ അറിഞ്ഞിരിക്കുക. അപ്പോൾ പേജ് മേക്കർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേജ് മേക്കറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, വേർഡിലും വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത് പേജ് മേക്കറിലാണ്. നമുക്ക് അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളത്. കാരണം നമ്മളൊരു പോയിന്റ് വെച്ച് അങ്ങോട്ട് വെച്ചാൽ അത് അവിടെ തന്നെ ഇരുന്നുള്ളൂ. വേർഡിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്ന് അനക്കുമ്പോൾ ഇങ്ങോട്ട് ചാടിപ്പോവും, അങ്ങോട്ട് ചാടിപ്പോവും, അങ്ങനെയൊക്കെ വരും. ഇതങ്ങനെയല്ല, നമ്മൾ പറയുന്ന ആ സ്പേസിൽ കറക്റ്റായിട്ട് അതിൻ്റെ മാറ്റം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പേജ് മേക്കറിലാണെങ്കിൽ. അതുപോലെ അളവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ലെറ്റർ ഹെഡ് ആണെങ്കിൽ ലെറ്റർ ഹെഡിൽ പ്രിൻ്റ് എടുക്കാനായിട്ടാണെങ്കിൽ അത്രയും ടോപ്പ് മാർജിൻ
വിടണം. അപ്പോൾ ആ കറക്റ്റ് അളവൊക്കെ നമുക്ക് പേജ് മേക്കറിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഗ്രിമെൻറ്റുകളൊക്കെ ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പേജ് മേക്കറുകൾ എടുക്കുന്നതാണ് വേർഡ് ഫയലിനേക്കാളും നല്ലത്. നമുക്ക് ലെഫ്റ്റ് മാർജിനൊക്കെ ചില ആൾക്കാരൊക്കെ എഗ്രിമെൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ ആ എഗ്രിമെൻറ്റിൻ്റെ ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ലൈൻ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ആ ലൈനിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ കയറി പ്രിൻ്റൊക്കെ എടുത്തിരിക്കുന്നത് കാണാം. പക്ഷേ പേജ് മേക്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ അളവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് ആ ഒരു സ്പേസിനകത്ത് തന്നെ നമുക്ക് പ്രിൻ്റൊക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ പേജ് മേക്കറും വേർഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് സെറ്റപ്പിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കമ്പോസ് വിത്ത് പ്രിൻ്റർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പ്രിൻ്ററല്ല PDF ഫയൽ പ്രിൻ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പേജ് മേക്കർ ഫയലിനെ നമുക്ക് സേവ് ആസ് ചെയ്ത് PDF ഫയൽ ആക്കാൻ പറ്റില്ല. നമുക്ക് പ്രിൻ്റ് കമാൻഡ് കൊടുത്ത് വേണം നമുക്ക് PDF ഫയലാക്കി മാറ്റാം. അതിനുവേണ്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നതാണ് ഇത്. അതാണ് ഇതിവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ പിന്നെ വേറെ എൻ്റെ സിസ്റ്റത്തിൽ വേറെ പ്രിൻ്റർ ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞു. പ്രിൻ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കണ്ടേനെ. എൻ്റെ സിസ്റ്റത്തിൽ ഒരു പ്രിൻ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സിസ്റ്റമൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്തപ്പം ആ പ്രിൻ്ററൊക്കെ ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിൻ്ററിൻ്റെ പേര് ഇതിൽ കാണാത്തത്. അതാണ് ഇവിടെ കരുതുന്നത്. നമുക്ക് പ്രിൻ്റർ ഇപ്പോൾ DTP സെൻറ്ററിലൊക്കെ ആകുമ്പോൾ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ ഉണ്ടാവും. എന്ന് വെച്ച് നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്ന ഇതിൽ നിന്നല്ല. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാറ്റുമോ മറിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ തന്നെ വിട്ടേക്കുക. ഈ റിസൊല്യൂഷനും നമ്മൾ അങ്ങനെ തന്നെ വിട്ടേക്കുക. കാരണം പേജ് മേക്കറിൽ 600 1200 റിസൊല്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് 300 മതി. മിനിമം 300 ആ 300 തന്നെ മതിയാകും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാർജിൻ നമ്മൾ മാറ്റേണ്ടി വരും. നമ്പർ ഓഫ് പേജസ് വേണമെങ്കിൽ ടൈപ്പ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ ഇൻസർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എത്ര പേജ് വേണമെന്ന് തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്കിത് ആവശ്യമായിട്ട് വരും. ഓറിയൻറ്റേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരണം. ടോളായിട്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. വൈഡായിട്ട് പേപ്പർ എടുത്ത് അതിലും ടൈപ്പ് ചെയ്തേണ്ടതായിട്ട് നമുക്ക് വരും. അതുപോലെ A4 സൈസ് പേപ്പറുകൾ നമുക്ക് പേജ് സൈസ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാരണം ചിലപ്പോൾ നമുക്ക് ലീഗൽ പേപ്പറിൽ പ്രിൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ലീഗൽ വേണം. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൻ്റെ ആവശ്യം ഉണ്ട്. അതുപോലെ നമുക്ക് A3 പേപ്പറിൽ പ്രിൻ്റ് എടുക്കേണ്ടി വരും. ചില മാറ്ററുകളൊക്കെ ചിലപ്പോൾ വലിയ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് A3 പേപ്പർ എടുക്കേണ്ടി വരും. അതിന് നമുക്ക് വൈഡായിട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് വൈഡാക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കുക, ടോളായിട്ട് കിടന്നപ്പോൾ ഈ 16.535 എന്നുള്ളത് വിഡ്ത്താണ്. അത് ഇവിടെ ഈ ബോക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വൈഡാക്കി കഴിയുമ്പോൾ നോക്കുക, നമുക്ക് 16.535 അതിൻ്റെ ഈ ബോക്സിലേക്ക് വന്നു. അപ്പോൾ ഈ നമ്മളെ പേപ്പർ ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഞാൻ ടോളായിട്ടിട്ട് ഞാൻ പേപ്പർ ഓക്കെ കൊടുക്കുകയാണ്. നോക്കുക, വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ എടുക്കുമ്പോഴേ നമുക്കിതെല്ലാം മാറ്റണമെന്നൊന്നുമില്ല. രണ്ടാമത് ഇപ്പം ഞാൻ ന്യൂ എടുത്തു ഓക്കെ എന്നും പറഞ്ഞ് കൊടുത്തു. അയ്യോ ഇനി കൊടുത്തു പോയല്ലോ എന്നോർത്ത് ഇനി വിഷമിക്കേണ്ട. ഒന്നെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എടുക്കാം. അതല്ല എങ്കിൽ വീണ്ടും നമുക്കിതിനെ ഇവിടെ നിന്ന് ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സ് നമുക്ക് കിട്ടും. താഴോട്ട് വരിക, ഫയൽ മെനുവിൽ തന്നെ താഴേക്ക് വന്നാൽ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ബോക്സ് തന്നെ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് A4 കൊടുക്കാം, ടോളാക്കാം, വൈഡാക്കാം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് ടോളിൽ പേപ്പർ എടുത്ത് ഇവിടെ നമ്മൾ ഇതാണ് മാർജിൻ കേട്ടോ. ഈ ബ്ലാക്ക് റീജിയൻ വരുന്നത് പേപ്പർ സൈസും, അതായത് A4ൻ്റെ സൈസും. ഈ കളർ റീജിയൻ ഇത് കാണുന്നുണ്ടല്ലോ ലൈന്, ആ ലൈനാണ് മാർജിൻ. ഇത്രയും മാർജിനാണ്. ഇത് ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, റൈറ്റ് മാർജിൻ, ബോട്ടം മാർജിനാണ്. ഈ കളർ ഇതിനകത്താണ് നമ്മൾ എപ്പോഴും മാറ്ററുകൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചില ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും വിചാരിക്കുക ഈ പേപ്പർ നമുക്ക് വൈഡായിട്ടായിരുന്നു വേണ്ടത്, ഇങ്ങനെ ടോളായിട്ടായിരിക്കുകയില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഒന്നിനും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ക്ലോസ് ചെയ്ത് നമുക്കിവിടെ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് നമുക്ക് ഇവിടുന്ന് വീണ്ടും കിട്ടും. ഫയൽ മെനുവിൽ തന്നെ കിട്ടും. അതെടുക്കുക, ഇവിടെ നമുക്ക് വൈഡാക്കി കൊടുക്കാം. ഇതാ വൈഡാക്കി. അപ്പോൾ നോക്കുക, പേപ്പർ നേരെ തിരിഞ്ഞ് വന്നത് കണ്ടല്ലോ, അങ്ങനെ കണ്ടു. അപ്പോൾ നമുക്ക് ആ മാറ്ററിന് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ച്, എൻ്റെ മൗസിന് ഇത്തിരി പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒറ്റ ക്ലിക്കിനൊന്നും കിട്ടാത്തത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് വെച്ച് നമുക്കിതിനെ ഞാനിവിടെ ഫോണ്ട് സൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരാം ഞാനിപ്പോൾ. അപ്പോൾ
നമുക്കിങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ന്യൂ കൊടുത്തു. നമ്മൾ ന്യൂ കൊടുത്തപ്പോഴേ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് അതിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് ന്യൂ എടുക്കേണ്ട ആവശ്യമില്ല. ന്യൂ എടുത്തു നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ ബോക്സിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ലെറ്റർ അപ്പോൾ A4 സൈസ് പേപ്പർ എടുത്താണ് നമ്മൾ ചെയ്തത്. അയ്യോ ലീഗലിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, എന്നാൽ പിന്നെ ഇത് കളഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് ലീഗലെടുത്ത് ചെയ്തേക്കാം എന്നൊന്നും ആരും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എടുത്ത് ചേഞ്ച് ചെയ്യാവുന്നതുള്ള പേപ്പർ സൈസ്, ടോള്, വൈഡ്, ഡബിൾ സൈഡ്, മാർജിനൊക്കെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ ഇവിടെ ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പറിങ് എങ്ങനെ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ താഴെ നോക്കുക, പേജ് നമ്പറിങ് നിങ്ങൾക്ക് താഴത്തെ ആ കോർണറിലേക്ക് വരിക. ഇവിടെ L6 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ പേജ് മേക്കറിൻ്റെ മാസ്റ്റർ പേജ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ മാസ്റ്റർ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പേജ് മേക്കറിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, പേജ് മേക്കർ ഇപ്പോൾ നമ്മളൊരു 10 പേജുണ്ട്, ആ 10 പേജിലും അല്ല ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ ഒക്കെ പൊതുവായിട്ട് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസ്റ്റർ പേജിൽ അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. അതെല്ലാ പേജിലും മാസ്റ്റർ പേജിൻ്റെ എവിടെയാണോ നമ്മൾ ടൈപ്പ് ചെയ്തത് അത് ബാക്കി എല്ലാ പേജിലും അത് ഡിസ്പ്ലേയിൽ കിട്ടും. അതുപോലെ നമ്മൾ പേജ് നമ്പർ, ഇപ്പം ഇത് പേജ് നമ്പർ എന്ന് കാണിക്കുന്നത് ഇത് നമ്മുടെ പേജിൽ വരുന്ന നമ്പറല്ല, എത്ര പേജ് ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള നമ്പറാണ് ഈ കാണിക്കുന്നത്. ഇത് 1 എന്നുള്ളത് ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറേ പേജസ് ഇവിടെ ഓപ്പൺ ആക്കി ഇടുവാണ്. 1, 2, 3, 4 നമ്പർ ഇങ്ങനെ കാണിക്കാം. അത് ഞാൻ കാണിക്കാം. അതുപോലെ ഈ പേജ് നമ്പറിങ് ഏത് രീതിയിൽ വരണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പേജ് നമ്പറിങ് ഇടുമ്പം 1, 2, 3 വേണോ, റോമൻ ലെറ്റർ അപ്പർ കേസ് റോമൻ ലെറ്റർ വേണോ, ലോവർ റോമൻ ആണോ, ആൽഫബറ്റിക് ABCD ആണോ, സ്മോൾ ആൽഫബറ്റിക് ആണോ, ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് പേജ് നമ്പറിങ് ഓപ്ഷനാണ്. അങ്ങനെ ഒരു ഇതും കൂടെ നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പേജ് നമ്പർ ഇടുമ്പം ഇത് നിങ്ങൾ നോക്കിയോളൂ, ഇത് നമ്മുടെ പേജ് നമ്പറല്ല, ഇത് നമ്മുടെ പ്രിൻറ്റിങ്ങിൽ കിട്ടുന്ന ഒന്നല്ല. ഇത് നമ്മുടെ എത്ര പേജ് ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട് എന്ന് കാണിക്കുന്ന നമ്പറാണ്. ഇവിടെ ബ്ലാക്ക് റീജിയനകത്ത് 1 എന്ന് കാണിക്കുന്നത്. ഈ കോർണറിൽ എല്ലാവരും നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പേജിൽ പ്രിൻറ്റിങ്ങിൽ ഇപ്പോൾ നിങ്ങളൊരു 10 പേജ് ഓപ്പൺ ചെയ്തിട്ടിട്ട് അതിൽ നിങ്ങൾക്ക് പേജ് നമ്പർ വേണമെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ കൊടുക്കണം. കൊടുത്താലേ ടോപ്പിൽ വേണമെങ്കിൽ ടോപ്പിൽ, ബോട്ടത്തിൽ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ അത് എവിടെയാണോ പേജ് നമ്പർ വേണ്ടിയതെങ്കിൽ അത് നിങ്ങൾ പേജ് നമ്പർ കൊടുത്താൽ മാത്രമേ പ്രിൻ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ പേജിൽ ആ നമ്പർ കാണത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഈ കാണിക്കുന്ന പേജ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എത്ര പേജാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1 ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് മാസ്റ്റർ പേജാണെന്ന് ഞാൻ പറഞ്ഞത്. L-ഉം R-ഉം എന്ന് കാണിക്കുന്നത് മാസ്റ്റർ പേജാണ് കേട്ടോ. ഡബിൾ സൈഡാണ്, അതായത് ഒരു ഷീറ്റിൻ്റെ ഡബിൾ സൈഡ് മാസ്റ്റർ പേജിൽ കാണുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഡബിൾ സൈഡ് ഫേസിങ് പേജ് എന്നും പറഞ്ഞ് ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സിൽ ആ സംഭവമാണിത്. കാരണം ഞാൻ അത് ഡബിൾ സൈഡാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇതൊന്നും ഓർത്ത് വലിയ റിസ്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നമ്മുടെ വർക്കിനെ ബാധിക്കുന്ന കാര്യമേ അല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഡബിൾ സൈഡിൽ ഇങ്ങനെ ടിക്ക് വീണ് കിടക്കുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഡബിൾ സൈഡ്, ഒരു ഷീറ്റിൻ്റെ ഡബിൾ സൈഡ് നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇതിനെ മാസ്റ്റർ പേജ് എന്ന് പറയും. ഇതിൽ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഇത് ഡബിൾ സൈഡ് വേണ്ട. കാരണം ഡബിൾ സൈഡ് വരുമ്പം ചില സമയത്ത് കൺഫ്യൂഷനായി പോകും. ഈ ഡബിൾ സൈഡ് അങ്ങ് എടുത്ത് കളയാറാണ് ഞാൻ പതിവ്. അപ്പോൾ നോക്കുക, ഇതിപ്പോൾ ഞാൻ മാസ്റ്റർ പേജാണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ L-ഉം R-ഉം എന്നും കാണിച്ചിരുന്നതിനകത്ത് L അങ്ങ് പോയി. കാരണം ഒറ്റ പേജേ കാണിക്കും, ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരു ഷീറ്റിൻ്റെ ഒരു സൈഡ്. ഇത് മാസ്റ്റർ പേജാണ്. ഈ മാസ്റ്റർ പേജിൽ നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്യില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ 1 എന്ന് പറഞ്ഞ പേജ് സെലക്ട് ചെയ്ത് ഇതിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പേജ് മേക്കർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ന്യൂ കമാൻഡ് കൊടുത്ത് അതിൻ്റെ ഡോക്യുമെൻ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. അഥവാ നമ്മൾ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സിനകത്ത് ആദ്യം ഒന്നും ചെയ്യാൻ ഓർത്തില്ല എങ്കിൽ രണ്ടാമത് നമുക്ക് ഫയൽ മെനുവിൽ നിന്ന് തന്നെ ആ ബോക്സ് എടുക്കാം, ഡോക്യുമെൻ്റ് സെറ്റപ്പ് എടുത്തിട്ട് അതിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പേജ് മേക്കർ ഓപ്പൺ ചെയ്തു, ഒരു ഫയൽ എടുത്തു, അതിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടു, പക്ഷേ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പിക് ടൂളാണ്. ഇന്ന് നോക്കുക. അപ്പോൾ ഇത് സെലക്ട് ആണ്. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം.
ഇവിടുത്തെ ടൂളുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്ത ടൂൾ ബോക്സാണ് ഇത്. ഈ ആരോ കിടക്കുന്നത് കണ്ടില്ലേ, ഇത് നമ്മൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടുള്ള ടൂളാണ് കേട്ടോ. നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടി ടൂള്, ഇവിടെ ഈ സൈഡിലൊരു ടി കിടക്കുന്ന കണ്ടല്ലോ, ആ ടി ടൂള് എടുക്കണം. ആ ടി ടൂൾ എടുത്തിട്ട് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു ബോക്സിനകത്താണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ബോക്സിനകത്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്, ഇതൊരു ബോക്സ്, ഇതൊരു വരയല്ല, ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ വരുന്നൊരു റീജിയൻ മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ അതിനുള്ളിൽ തന്നെ നിൽക്കും. കട്ടായി ഡിജിറ്റൽ ക്ലാസ് റൂം നടിച്ചു കണ്ടോ, താഴോട്ട് പോകുന്നുണ്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രമാണ് ആ ടി ടൂൾ എടുത്ത് വരച്ചത്. അതുകൊണ്ട് അത്രയും ഭാഗത്ത് മാത്രമേ ആ ടൈപ്പിംഗ് നിൽക്കത്തുള്ളൂ. നമുക്ക് ഈ പിക് ടൂൾ എടുത്തൊന്ന് പിക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, കണ്ടോളൂ, ഇത്രയും ഭാഗത്തുള്ളൂ. ഇതിനെ ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടാം. ഈ പിക് ടൂൾ വെച്ച് എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ വലിച്ചു നീട്ടാം. എങ്ങനെയാണ്? ഈ ടൂളിൻ്റെ ഇവിടെ ഒരു ഡോട്ട് റീജിയൻ കാണാം. ആ റീജിയനിൽ മൗസ് പോയിൻ്റർ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഇതിന് സെലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത് ഒറ്റ ലൈനിലേക്ക് വന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പേജ് മേക്കർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതൊക്കെ ശരിയാക്കി ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു പേജിൽ ടൈപ്പ് ചെയ്യാൻ നേരം ടൈംസ് ന്യൂ റോമൻ എടുത്തു. ഇവിടെ ഈ പേജ് ഞാൻ പറഞ്ഞാൽ ഇതാണ് മാർജിൻ എന്ന്, മാർജിൻ വരച്ചു. അപ്പോൾ ഇവിടെ മുതൽ അവിടെ വരെയും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് എൻഡിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ചെയ്ത് താഴേക്ക് ഇങ്ങ് പോരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ കൺട്രോൾ പാലേറ്റിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നേ, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിവിടെ പിക് ടൂൾ എടുത്തു. നിങ്ങൾ ഈ കൺട്രോൾ പാലേറ്റിലേക്ക് നോക്കുക, എക്സ് വൈ എന്ന് പറഞ്ഞ് 2 റീജിയൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലേ. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറയുന്ന സംഭവത്തെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കുക, കുറേ അധികം എക്സ് വൈ അതിൻ്റെ അളവുകളാണ് കേട്ടോ. ഇവിടുത്തെ ഹൈറ്റ് എത്ര % ഉണ്ട്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള സംഭവങ്ങൾ. അപ്പം ഇവിടെ കിടപ്പുണ്ട് എഫ് കണ്ടോ, തലതിരിഞ്ഞ് കിടക്കണം. ഓരോ എഫിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. തലതിരിഞ്ഞു, ഇങ്ങനെ തിരിച്ചു, ഇങ്ങനെ തിരിച്ചു, നേരെ ഇട്ടു. ഇത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാറ്റണമെങ്കിൽ, ഒരു മാറ്ററിനെ ക്ലിക്ക് ചെയ്ത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ പിക് ടൂൾ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ താഴെ വേറെ എന്തെങ്കിലുമാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ എനിക്ക് മുകളിൽ കൊണ്ടുപോകണം, ഇതിനെ താഴെ മതിയെങ്കിൽ ഇങ്ങനെ എടുത്ത് മാറ്റാം. ഡിലീറ്റ് ചെയ്ത് പിന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മാറ്റാം. അപ്പോൾ ഇതിനെ എടുത്ത് എനിക്ക് മുകളിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ താഴോട്ട് എടുത്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് എനിക്കിങ്ങനെ മുകളിലേക്ക് മാറ്റാം. അപ്പോൾ അതിനനുസരിച്ച് ഈ വിഡ്ത്ത് ഹൈറ്റ്, ഇതിൻ്റെ വിഡ്ത്ത് ഹൈറ്റും ഒക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. വിഡ്ത്ത് ഹൈറ്റ് അത് എത്ര %ലാണ്, 100%ലാണ് അത് ഇരിക്കുന്നത്. അതുപോലെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പിക് ടൂൾ എടുത്തപ്പോൾ നിങ്ങളുടെ കൺട്രോൾ പാലേറ്റ് ഇങ്ങനെ ഒരു ഇതിലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ടി ടൂൾ എടുത്ത് നോക്കിക്കേ. ടി ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ കൺട്രോൾ പാലേറ്റിലേക്ക് നിങ്ങൾ നോക്കുക. ആ കൺട്രോൾ പാലേറ്റിൻ്റെ കാര്യങ്ങളും ഫുള്ളും മാറിയിട്ടുണ്ടല്ലേ. കാരണം ഇവിടെ ഓട്ടോമാറ്റിക്കലി ടൈംസ് ന്യൂ റോമൻ എന്ന് വന്നു. നമ്മൾ സെലക്ട് ആയി കിടന്നത് ഡീഫോൾട്ട് എൻ്റെ സിസ്റ്റത്തിൽ കിടക്കുന്നത് ടൈംസ് ന്യൂ റോമൻ ഫോണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് ഫോണ്ട് മാറ്റുക കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് ഫോണ്ട്, ഇപ്പോൾ എനിക്ക് ഈ ഫോണ്ട് വേണ്ട, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പിക് ടൂൾ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഫോണ്ട് മാറ്റാനായിട്ട് പറ്റില്ല. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി ഈ പിക് ടൂൾ എടുത്തിട്ട് എനിക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനും റൊട്ടേറ്റ് ചെയ്യിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റി ഇതിനെ ബോൾഡൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടി ടൂള് തന്നെ വേണം. ടി ടൂൾ എടുക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ വരും. ടി ടൂൾ വെച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഉണ്ടോ, ഇപ്പം സെലക്റ്റഡ് ആണെന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ വന്നത് കണ്ടോ, ഇത് നമ്മൾ സെലക്ട് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അതായത് പിക് ടൂൾ എടുത്ത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ പിക്ക് ചെയ്തു എന്ന് പറയും. അത് നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്കിതിനെ ഫോണ്ടൊക്കെ മാറ്റി ഇറ്റാലിക്ക് ബോൾഡ് ഒക്കെ ആക്കണമെങ്കിൽ നമ്മൾ ഈ ടി ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ബ്ലോക്ക് മാത്രമായതുകൊണ്ട്, അതായത് ഇതിനെ ഓരോ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പിക് ടൂൾ വെച്ച് പിക്ക് ചെയ്യുമ്പോൾ എന്തേരം ഭാഗമാണോ സെലക്റ്റായി നിൽക്കുന്നത് അതിനെ നമ്മൾ ഒരു ബ്ലോക്ക് എന്ന് പറയും. അതായത് നമുക്ക് ഈ പേജ് മേക്കറിലൊക്കെ ഞാൻ പറഞ്ഞില്ല, കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് നമുക്ക് വേർഡ് ഫയൽ മതിയാകും. പേജ് മേക്കർ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും.
ചിലപ്പോൾ നമുക്ക് ഇതിനെ ചെരിച്ചിടേണ്ടി വരും, മറിച്ചിടേണ്ടി വരും. ഇപ്പോൾ ഇതിനെ മാത്രം ഒരു സൈഡിലോട്ട് ചെരിച്ചിടേണ്ടി വരും. ഇതാ മാറ്റം ചെരിച്ചിട്ടു. അപ്പോൾ ഇതിനെ ഒരു ബ്ലോക്കായിട്ട് ഒരു ബ്ലോക്കായിട്ട് ഇതിനെ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇല്ല ഇതിനെ മാത്രം എനിക്ക് ചെരിച്ചിടാൻ പറ്റൂ. അതുകൊണ്ട് ഇതിനെ പല പല ബ്ലോക്കായിട്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് പിക് ടൂളാണ്. പിക് ടൂളെടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തു. നിങ്ങളിവിടെ റൊട്ടേറ്റ്, ഞാൻ കാണിച്ചില്ല, റൊട്ടേറ്റിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ ഒരു ആരോ വളഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് എഫ് ഉണ്ട്. എഫ് എന്ന് പറയുമ്പോൾ അതിനെ ക്ലിക്ക് ചെയ്താൽ 4 രീതിയിൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ അടിച്ചു കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 25 കൊടുത്തുകൊണ്ട് 25% ഇതിങ്ങനെ ചെരിഞ്ഞു വന്നു. ഇനി 45 കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ വരും. അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ പിക് ടൂൾ വെച്ച് ഞാനിതിനെ ഇങ്ങനെ ചെരിച്ചു കൊടുത്തു. ഇത് നോക്കുക, ലെറ്ററുകൾ ചെരിഞ്ഞു. ഇത് മുകളിലത്തെ ബോക്സിൽ വന്നപ്പം ലെറ്റർ ഒരേ പൊസിഷനിൽ ഒരേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. ഞാൻ ഈ 45 മാത്രം കൊടുത്തപ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ഇവിടെ നോക്കുക നിങ്ങൾ, ഞാനിത് മാറ്റുന്നത് കൺട്രോൾ പാലേറ്റിലാണ് കേട്ടോ. കൺട്രോൾ പാലേറ്റിലെ ഈ താഴെ കിടക്കുന്ന ഈ ബോക്സിലാണ് ഞാനിത് മാറ്റുന്നത്. ഇവിടെ 0 കൊടുക്കുക. നിങ്ങൾ ലെറ്ററിൻ്റെ ആ സ്റ്റൈൽ നോക്കുക, ഒരേ രീതിയിൽ ഒരേ പൊസിഷനിൽ അങ്ങനെ ചെരിഞ്ഞു. ഞാനിവിടെ 45 കൊടുത്തപ്പോൾ ഞാനിപ്പോൾ താഴത്തെ ബോക്സിനകത്തൊരു 20 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുക, ലെറ്ററുകൾ കുറച്ചും കൂടെ ഓരോ ലെറ്ററിൻ്റെയും രീതിക്കനുസരിച്ച് കുറച്ചും കൂടെ ഒരു ചെരിവ്, അതായത് ഒരു പൊസിഷനിലൊരു മാറ്റം വന്നു. അപ്പോൾ അതാണിത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതൊക്കെ അതിൻ്റെ വിഡ്ത്താണ്, എത്ര വിഡ്ത്ത്. അപ്പം വിഡ്ത്ത് നമുക്ക് ശകലം കുറച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഇത് കട്ടായിപ്പോയി. അതായത് അതിൻ്റെ വിഡ്ത്ത് കുറച്ച് കൊടുത്തുകൊണ്ട്, അതായത് ഈ സെലക്ഷൻ്റെ വിഡ്ത്താണ് ഈ കാണിക്കുന്നത്. ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ഡോട്ട് മുതൽ ഈ ഡോട്ട് വരെയാണ് ഈ സെലക്ഷൻ. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ്റെ വിഡ്ത്ത് 8 ആയിരുന്നു. 8 കൊടുത്തപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ നിൽക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഞാനിത് കുറച്ച് കൊടുത്തപ്പം ഈ സെലക്ഷൻ ഇങ്ങ് കുറഞ്ഞു. ഇത്രയും നീളം ഉണ്ടായിരുന്ന സെലക്ഷൻ ഇത്രയും ആയപ്പോഴത്തേക്കും ഈ മാറ്റർ കട്ട് ചെയ്ത് താഴേക്ക് വന്നു. അത് അതിൻ്റെ ആണിത്. ഇതൊന്നും നമുക്ക് സാധാരണ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഈ റൊട്ടേറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതുപോലെ നമുക്ക് ചെരിച്ചൊക്കെ ഇടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ ചെരിച്ചിടാനും, അല്ലെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തിരിച്ചിടാനും. ഇപ്പോൾ കണ്ടോ, ഡിജിറ്റൽ ക്ലാസ് റൂം എന്നും പറഞ്ഞ് ഞാനിവിടെ സൈഡ് ചില നോട്ടീസൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ഇടാനായിട്ട് നമുക്കിത് വേണ്ടി വരും. ഡിജിറ്റൽ ക്ലാസ് റൂം എന്നും പറഞ്ഞ് കിടക്കും. അപ്പോൾ ഇത് അത്രയാണ് പിക് ടൂൾ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ, ഇത് നമ്മൾ ടി ടൂൾ സെലക്ട് ചെയ്തപ്പം നമ്മുടെ കൺട്രോൾ പാലേറ്റിൽ കുറേ അധികം കാര്യങ്ങൾ മാറി വന്നു. പിക് ടൂൾ സെലക്ട് ചെയ്തപ്പോഴത്തെ കാര്യങ്ങളെല്ലാം പോയി, പകരം വേറെ പുതിയ കാര്യങ്ങൾ വന്നു. ടൈംസ് ന്യൂ റോമൻ എന്ന് കാണിക്കുന്നത് ഫോണ്ടാണ്. അതിൻ്റെ ഫോണ്ട് സൈസ്, അതിൻ്റെ നമ്മൾ വലിപ്പം പറയില്ലേ, അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാനുള്ളതാണ് ഇവിടെ കിടക്കുന്നത്. ഫോണ്ട് സൈസ് ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 56 ആണ്. ഈ ഡിജിറ്റ് സൈഡിൽ കിടക്കുന്ന ഇതിൻ്റെ 56. എന്നാൽ ഇതിൻ്റേത് 89 ആണ്. അതാണ് സൈസ് എന്ന് പറയുന്നത്. കാരണം വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ നോ ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ മാറ്ററിന് നമുക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ ചില നോട്ടീസുകളെ ചില മാറ്ററുകൾ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലത് ഇങ്ങനെ കുറച്ച് അകന്നകന്നകന്നകന്ന് നിൽക്കുന്നു, ഓരോ അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം. അതാണ് നോ ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെരി ലൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലൂസാകും. ലൂസ് എന്ന് പറഞ്ഞാൽ ശകലം കൂടെ ലൂസ് കുറവായിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന രീതി. ഇനി ടൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആ സ്പേസ്, ഈ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് ഉണ്ടോ കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നു. അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന മാറ്ററിൻ്റെ അത്രയും ഞാൻ അങ്ങ് ടൈറ്റ് ചെയ്തു. വെരി ടൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് കണ്ടോ. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പേജ് മാർക്കറിൽ നമുക്ക് ചില ഇപ്പം ഞാനൊരു വേർഡിലൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് വരുമ്പോൾ ഒരക്ഷരം 2 അക്ഷരമൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് താഴേക്ക് പോകും. അപ്പോൾ ഈ ഒരക്ഷരത്തിനെയും കൂടെ നമുക്ക് മുകളിലോട്ട് കയറ്റണം, അല്ലെങ്കിൽ 2 അക്ഷരത്തിനെയും കൂടെ നമുക്ക് മുകളിലോട്ട് കയറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് ഇതിനെ ഈ ടൈറ്റ്, വെരി ടൈറ്റ് ഇതൊക്കെ കൊടുത്ത് നമുക്ക് മുകളിലോട്ട് കയറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക,
ഡിജിറ്റൽ ക്ലാസ് റൂം നോക്കിയേ, ഇത് റൂം താഴെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കിതിനെ ഒറ്റ ലൈൻ ആക്കണം. സ്പേസ് ഇത്രയേ ഉള്ളു താനും. ഈ ഒരു റീജിയൻ വരെ സ്പേസ് ഉള്ളു, ഇതിനപ്പുറത്തോട്ട് മാർജിനാണ്. അപ്പോൾ എനിക്ക് ഈ ഫോണ്ട് സൈസും വേണം, സൈസ് കുറയ്ക്കാനും എനിക്ക് പറ്റൂല, എന്നാൽ ഇതിനെ ഒരു ലൈനിൽ നിർത്തുകയും ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് വേർഡിനകത്ത് കിട്ടാത്ത ഒരു സംഭവം നമുക്കിതിൽ കിട്ടും. അതാണ് ഈ നോ ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതുപോലെ നോ ട്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് 100%. ഇവിടെ നമുക്ക് പെർസെൻറ്റേജും കൂട്ടിയും കുറച്ചും കൊടുത്തും കയറ്റാം. അപ്പം 80% ആക്കി കൊടുത്തപ്പം കണ്ടോ, ഒറ്റ ലൈനിൽ വന്നു. അതുപോലെ 90% ആക്കി താഴോട്ട് വന്നു. അതുപോലെ ഇനി കുറച്ച് നീളം കൂട്ടി കൊടുക്കണമെങ്കിൽ ലെറ്ററിൻ്റെ വിഡ്ത്ത് മാത്രം കൂടിക്കൂടി വരുവാണ്. 100 എന്നുള്ളത് ഞാനിവിടെ നോക്കാം. ഇവിടെ ഇപ്പം 120 കിടക്കുന്നത്. ഇത് മാത്രം നോർമൽ കൊടുത്തു. അപ്പോൾ ഈ ലെറ്ററിൻ്റെ നീളം വിഡ്ത്ത് മാത്രം ഇങ്ങനെ കൂടിക്കൂടി വരും. ഇവിടെ നമ്മളിത് 120, 130 എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇപ്പോൾ ഈ ക്ലാസ് റൂമിനെയും കൂടെ മുകളിലേക്ക് കയറ്റണമെങ്കിൽ എനിക്ക് നോ ട്രാക്ക് ഉപയോഗിച്ചാണെങ്കിൽ വെരി ടൈറ്റ് കൊടുത്തു കയറി. ചില സമയത്ത് വെരി ടൈറ്റ് കൊടുക്കുമ്പോഴും കയറുന്നില്ല, അപ്പോഴും താഴെ നിൽക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. അപ്പം നമുക്കൊരു വാല്യൂ ഇവിടെ പറഞ്ഞു കൊടുക്കാനും ടൈപ്പ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പം നമുക്കിവിടെ ടൈറ്റ് ചെയ്യാനായിട്ട് വെരി ടൈറ്റ് വരെ മാത്രമേ ഉള്ളൂ. ഇവിടെ ടൈറ്റ്, വെരി ടൈറ്റ്, നോർമൽ, ലൂസ്, വെരി ലൂസ്, നോ ട്രാക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇച്ചിരി സ്പേസ് ഇവിടെ ബാലൻസും ഉണ്ടല്ലോ, ഇതിന് നമുക്ക് ഫുള്ളാക്കി നിർത്താം. വെരി ടൈറ്റ് കൊടുത്തപ്പോൾ കുറേ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ടൈറ്റ് കൊടുത്ത് നോക്കാം. ടൈറ്റ് കൊടുത്തപ്പോൾ എന്നാലും ഒരു ശകലം കൂടെ ഉണ്ട്, ഒരു ശകലം പോയിൻറ്റുകൾ ഇവിടെ ഉണ്ട്. ആ സ്പേസും കൂടെ നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് നിർത്താം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൂസ് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ടും പോരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മാറ്റം 100% എന്ന് കിടക്കുന്നുണ്ടോ, അവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ 110 കൊടുത്തപ്പോഴും താഴേക്ക് പോന്നു. അപ്പോൾ നമുക്ക് ഒരു 105 കണ്ടോ, 105 കൊടുത്തപ്പം ഇവിടുത്തെ ആ സ്പേസും തീർന്നു. ഈ ഒരൊറ്റ ലൈനിൽ ഈ ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കിടക്കുന്ന ഓപ്ഷൻസ്. ഈ നോ ട്രാക്ക് എന്ന് പറയുന്നത് അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഓപ്ഷൻസ് ഒന്നും പോരാ, നമുക്ക് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൂസ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന 100% എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് എടുത്ത് അവിടെയും കുറേ വാല്യൂസ് കിടപ്പുണ്ട്. 70, 80, 90%, നോർമൽ, 110, 120, 130 അങ്ങനെ കുറേ വാല്യൂസ്. ഈ വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 110 കൊടുത്തപ്പോഴും ഇത് കറക്റ്റ് ആവണില്ലായിരുന്നു, 110 കൊടുത്തപ്പോഴും താഴോട്ട് പോരുമായിരുന്നു. നോർമലും പോരാ, 110 പോരാ. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ കൊടുത്തപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നിന്നതല്ലേ. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 100%ൻ്റെ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്തും വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്തിയായി പോയി എന്ന് തോന്നുന്നു. അപ്പം ഞാനിന്ന് പേജ് മേക്കർ എന്താണെന്ന് പറഞ്ഞു, പരിചയപ്പെടുത്തി, അതിൻ്റെ ഫയൽ എടുത്തു, ന്യൂ എടുത്തു, അതിൻ്റെ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സ് എടുത്തു, ന്യൂ കൊടുത്തു. ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. ഇനി എങ്ങാനും നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്കതിനെ ഡോക്യുമെൻ്റ് സെറ്റപ്പ് എടുത്ത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തന്നു. അതുപോലെ ഇവിടെ പിക് ടൂള് എടുത്ത് എന്തൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു. ടി ടൂളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ കൺട്രോൾ പലേറ്റിൽ അതിനുള്ള മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.